നമസ്കാരം. വാർത്താരംഭം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാസപ്പടി വിവാദം വീണ്ടും സഭയിൽ ഉയർത്താൻ പ്രതിപക്ഷം. എക്സാലോജിക്കെതിരായ SFIO അന്വേഷണം അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ നീക്കം. സർക്കാർ വ്യക്തമായ വിശദീകരണം നൽകണമെന്ന ആവശ്യം. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിനെതിരെ പ്രമേയം കൊണ്ടുവരാൻ സർക്കാർ. വയനാട്ടിൽ ജനവാസ മേഖലയിറങ്ങി കാട്ടാന. റേഡിയോ കോളർ സ്ഥാപിച്ച കാട്ടാന എത്തിയത് പായോട്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ജാർഖണ്ഡിൽ ഭരണപ്രതിസന്ധിക്ക് പരിഹാരം. മുഖ്യമന്ത്രിയായി ചെമ്പൈ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണം. അറസ്റ്റിനെതിരെ ഹേമന്ത് സോറൻ നൽകിയ ഹർജി സുപ്രീം കോടതി. ജോർദാനിലെ സൈനിക കേന്ദ്രത്തിലെ ആക്രമണത്തിന് തിരിച്ചടിക്കുമെന്ന് US. ഇറാഖിലും സിറിയയിലുമുള്ള ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ്. ആക്രമണത്തിൽ പങ്കില്ലെന്ന് ഇറാൻ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2ാം പാദ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. എതിരാളികൾ ഒഡീഷ FC. മത്സരം വൈകിട്ട് 7-ന് ഭുവനേശ്വറിൽ. വാർത്തകൾ വിശദമായി നോക്കാം. വയനാട്ടിൽ ജനവാസ മേഖലയിറങ്ങിയ കാട്ടാന. ഇടവക പഞ്ചായത്തിലെ പായോടാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാന ഇറങ്ങി ഭീതി പരത്തിയത്. ആന മാനന്തവാടി നഗരത്തിലെത്തി. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. സ്കൂളുകൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. റേഡിയോ കോളർ